കുട്ടി ഭാരമാകുമോ എന്ന് തോന്നിയാൽ ആ കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലുക. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പം ഈ ഗർഭത്തിൻ്റെ ഒരു 2 മാസം ഒക്കെ അല്ലെങ്കിൽ ഒരു 1.5 മാസം 2 മാസം 3 മാസം കാണുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു പുതിയ ഇതിൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ വർദ്ധിച്ച് വരുന്നത് നോക്കിയിട്ട് പറയും ഈ കുട്ടീൻ്റെ മൂക്കിന് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്. അപ്പം ഈ കുട്ടി ചിലപ്പം കുട്ടി വലുതായാലും എന്ത് ചെയ്യും, കുട്ടിക്ക് ബുദ്ധി വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം എന്ത് ചെയ്യും, പലരും കൊണ്ടുപോയിട്ട് കുട്ടിയെ ഒഴിവാക്കും. അത് കൊല്ലൽ തന്നെയാണ്, കുട്ടീനെ കൊല്ലൽ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന 4-ാം മാസത്തിലല്ലേ റൂഹിടുക, 4-ാം മാസത്തിലല്ലേ റൂഹിടുക, അപ്പം റൂഹ് ഇട്ടീനെ ശേഷം ജീവനുള്ളൂ, അതിന് ശേഷം കൊല്ലുമ്പോഴല്ലേ പ്രശ്നമല്ല. ഈ നുത്ഫത്തിന് വരെ ജീവനുണ്ട്, അതറിയോ? നുത്ഫത്തിന് വരെ ജീവനുണ്ട്. നുത്ഫത്തായിട്ട് അവന് അലക്കത്തും മുതത്തൊക്കെ ആകണത്. അപ്പം കുറച്ചാണ് കാത്തുനിന്നാലൊക്കെ ശരിയാവും. അതിന് കാത്തുക്കാൻ ആൾക്കാർക്ക് എന്തില്ല, ക്ഷമല്ല, പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇത് എന്തിനത് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പം വിവാഹം കഴിഞ്ഞ് 4-5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇത് പറയുമ്പോഴത്തേനും ഈ കുട്ടിക്ക് കുട്ടിക്ക് വൈകല്യം ഉണ്ടാവും, കുട്ടിക്ക് ബുദ്ധിവളർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പം നമുക്ക് ഈ കുട്ടി ഭാരമായിട്ട് തോന്നുകയാണ്, നമുക്ക് ഇടങ്ങേറാകുമെന്ന് തോന്നുകയാണ്. അപ്പോൾ വേഗം നശിപ്പിക്കാം. പക്ഷെ അള്ളാഹു ചിലപ്പോൾ നമുക്ക് സ്വർഗം തരാനായിരിക്കും എന്ത് ചെയ്യുക, ഒന്നിനെ അള്ളാഹ് ചിലപ്പോൾ അങ്ങനെ ആക്കി തരണം. എന്തിനായിരിക്കും? നമുക്ക് സ്വർഗം ഉറപ്പുവരുത്താനായി. കാരണം ആ കുട്ടീനെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധി വളർച്ച ഇല്ലാത്ത അംഗവൈകല്യമുള്ളൊരു കുട്ടി പേരുണ്ടെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും ചിലപ്പം സാധാരണ എല്ലാവരും വാപ്പാരിമാരും പോലെ എല്ലാ മക്കളും നല്ല ആരോഗ്യമൊക്കെ ഉള്ള മക്കളെ വാപ്പാമ്മയും പോണമാതിരി പോകാനും കല്യാണം സർക്കാരും കുടുംബം അങ്ങനെ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല. ഒരുപാട് ക്ഷമ വേണ്ടി വരും.